അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാനും കാണാനും പോകുന്നത് നമ്മുടെ ഹംപിയിലെ സൗത്ത് സൈഡിൻ്റെ കാഴ്ചകളും നോർത്ത് സൈഡിൻ്റെ കാഴ്ചകളും ആയിരിക്കും. അപ്പോൾ ഇന്ന് ഈ വീഡിയോ കൊണ്ട് നമ്മുടെ ഹംപി യാത്ര കംപ്ലീറ്റ് ആവുകയാണ്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളത് കണ്ടിട്ട് വേണം തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കാണാനായിട്ട്. അപ്പോൾ സൗത്ത് സൈഡ് ഹംപിയുടെ ഏറ്റവും ലാസ്റ്റ് മെയിൻ സ്ഥലമായ വിത്തല ടെമ്പിളിലേക്കാണ് നമ്മൾ ആദ്യമേ പോകുന്നത്. അപ്പോൾ അവിടെ പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു ഗേറ്റ് ക്രോസ് ചെയ്ത് കഴിയുമ്പോൾ അത്യാവശ്യം ഒരു 2 കിലോമീറ്ററിനടുത്തോളം നമുക്ക് നടക്കാൻ വേണ്ടിയുണ്ട്. അത് ആ ഒരു ഉച്ച സമയത്ത് കൺവീനിയൻ്റ് അല്ലാത്തത് കൊണ്ടും നമുക്ക് ഇങ്ങനെ ഒരു 20 രൂപ കൊടുത്താൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് പോയി വരാൻ പറ്റും. ഒരൊറ്റ ടിക്കറ്റ് നമുക്ക് ഇവിടെ നിന്ന് എടുത്ത് ഇവിടെ ലൈൻ നിന്ന് കഴിഞ്ഞാൽ ഒരു 7-8 പേർക്ക് സുഖമായിട്ട് കയറി പോകാൻ പറ്റുന്ന ഒരു ഇലക്ട്രിക് വണ്ടികളാണ് അവരവിടെ യൂസ് ചെയ്യുന്നത്. എപ്പോഴും അവരിങ്ങനെ ട്രിപ്പ് അടിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് അധികം നേരം നമുക്കങ്ങനെ വെയിറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യവും വരില്ല. അപ്പോൾ ഈ കാണുന്ന വണ്ടിയിലാണ് നമ്മൾ ആ ഒരു വിത്തല ടെമ്പിളിലേക്ക് ഇവിടുന്ന് യാത്ര ചെയ്യുന്നത്. അപ്പോൾ നടക്കാൻ താല്പര്യമുള്ളവർക്ക് നടക്കാം. പിന്നെ ഞാനൊരു ഉച്ച സമയത്ത് നല്ല വെയിലായതുകൊണ്ടും ഈ വണ്ടിയിൽ പോകാൻ തന്നെ തീരുമാനിച്ചു. അപ്പോൾ ഇത് കൂടുതലും സ്ത്രീകളാണ് ഓടിക്കുന്നത്. അവരെനിക്ക് തോന്നുന്നു ചിലപ്പോൾ ടൂറിസം വകുപ്പിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കണം. എന്തുകൊണ്ട് നല്ലതാണ്. നമ്മൾ നോർമലി അവിടെ പോയാലും ആണുങ്ങളാണല്ലോ വണ്ടികളെല്ലാം ഓടിക്കുന്നത്. പക്ഷേ ഇവിടെ എല്ലാം ഈ കാണുന്ന ചേച്ചിമാരാണ് ഈ ഓടിക്കുന്നത്. അപ്പോൾ ഈ പോകുന്ന വഴിക്ക് നമുക്ക് ഇങ്ങനെ കുറേ അന്നത്തെ കാലത്ത് ബസാഴ്സും അതിൻ്റെയൊക്കെ കാഴ്ചകളൊക്കെ നമുക്കിങ്ങനെ കാണാൻ പറ്റും. അടിപൊളിയാണ്. ഒരു സ്റ്റോൺ ഏജ് ഫീലാണ് ആ ഒരു മലകളും ഹംപിയുടെ ആ ഒരു സ്പെഷ്യൽ കാഴ്ചകളൊക്കെ തന്നെ. അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനായ വിത്തല ടെമ്പിളിലേക്ക് എത്തിയിരിക്കുന്നു. അപ്പം നമ്മുടെ ഈ വിത്തല ടെമ്പിളിനെ പറ്റി പറയുകയാണെങ്കിൽ വിത്തല ക്ഷേത്രം എന്നത് അല്ലെങ്കിൽ ശ്രീ വിജയ വിത്തല ക്ഷേത്രം ഹംപിയിലെ ഏറ്റവും പ്രശസ്തവും മനോഹരവുമായ ശില്പകലയാണ്. വിഷ്ണുവിൻ്റെ ഒരു രൂപമായ വിത്തല ഭഗവാനെ സമർപ്പിച്ചിട്ടുള്ള ഈ ക്ഷേത്രം ദ്രാവിഡ ശൈലിയിലെ അത്യുത്തമമായ മാധ്യമമായി കണക്കാക്കപ്പെടുന്നു. 15-ാം നൂറ്റാണ്ടിൽ രാജാവ് ദേവരായൻ രണ്ടിൻ്റെ കാലഘട്ടത്തിൽ തുടങ്ങുകയും പിന്നീട് കൃഷ്ണദേവരായൻ ഇത് വികസിപ്പിക്കുകയും ചെയ്തതാണ്. ഈ ക്ഷേത്രം ഭക്തി സാന്ദ്രതയുടെ കൂടെ കല, സംഗീതം, ശില്പം, തന്ത്രശാസ്ത്രം എല്ലാം ഒന്നിച്ചു ചേർന്ന് ഒരു ചാരുതയും അത്ഭുതവും ഒക്കെയാണ്. അതെല്ലാം നമുക്ക് അവിടെ പോകുമ്പോൾ മനസ്സിലാവും. നമ്മൾ ആ ഒരു ആനന്ദം ഫിലിമിൽ കേട്ട പോലെ തന്നെ വിത്തല ക്ഷേത്രം എന്നതൊരു വെറും ഒരു കെട്ടിടം മാത്രമല്ല, അതൊരു അനുഭവമാണ്. വലിയ തറയിൽ പടർന്നു കിടക്കുന്ന ക്ഷേത്രം, പ്രധാന മണ്ഡപം, അനേകം ഉപമണ്ഡപങ്ങൾ, ചെറിയ ക്ഷേത്രങ്ങൾ തുടങ്ങിയ പല ഘടകങ്ങളിലായി പന്തലിച്ചിരിക്കുന്ന ഒരു വലിയൊരു ക്ഷേത്രമാണ്. എന്താണ് ഇവിടെ ഏറ്റവും പ്രത്യേകത തരുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവിടുത്തെ സംഗീത തൂണുകളുള്ളൊരു മണ്ഡപമുണ്ട്. അതാണ് അവിടെ 56 തൂണുകളുണ്ട്. ഓരോരോ തൂണും തട്ടുമ്പോൾ വ്യത്യസ്ത ശബ്ദങ്ങളും ഉത്തരിക്കുന്നു. തബല, വീണ, മൃദംഗം പോലുള്ള സംഗീതോപകരണങ്ങളുടെ സാദൃശ്യമുള്ള ഈ ശബ്ദങ്ങൾ ആ പഴയകാലത്തെ ശാസ്ത്രീയ ശില്പശൈലിയെ അനാവരണം ചെയ്യുന്നു. ഇപ്പോൾ സംരക്ഷണ ലക്ഷ്യത്തിനായി ഈ തൂണുകൾ തട്ടാനും ഒന്നും നമുക്ക് അനുവാദമില്ല. അവരാ ഗൈഡ്സ് വന്നാൽ പോലും അവരും അതൊന്നും ചെയ്യാറില്ല. അപ്പോൾ ഈ ഒരു കാണുന്ന ഒരു സ്റ്റോൺ ചാരിയറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാലോ. നമ്മുടെ ഒരു 50 രൂപ നോട്ടിൽ ഉള്ളൊരു സ്റ്റോൺ ചാരിയറ്റാണ്. പല കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച ഒരു രഥം, ഒരു കല്ലുകൾ കൊണ്ട് ഉണ്ടാക്കിയ ഒരു രഥം. അതൊരു അടിപൊളി ഒരു കാഴ്ച തന്നെയാണ്. കാരണം നമ്മൾ 50 രൂപ നോട്ടിൽ കണ്ട ഒരു കാര്യം നേരിട്ട് കാണുമ്പോൾ ഒരു ഫീൽ ഒന്ന് വേറെയാണ്. ഇവിടെയുള്ള ഓരോ ശില്പങ്ങൾക്കും ഓരോരോ കഥയുണ്ട്. വിത്തല ക്ഷേത്രത്തിൻ്റെ മറ്റൊരു അതുല്യമായ ഭാഗം അതിൻ്റെ ചിത്രഭീതികൾ തന്നെയാണ്. കാരണം അത്രയധികം വർക്കാണ് ഓരോ ഭിത്തിയിലും ഓരോ തൂണിലും ഒക്കെ അവർ ചെയ്തേക്കുന്നത്. അന്ന് ഇവിടെ നിങ്ങൾ കാണുന്ന ഓരോ ശില്പത്തിലും ഓരോ കഥയുണ്ട്. പുരാണങ്ങൾ, നൃത്തം, സംഗീതം, ദൈനംദിന ജീവിതം എന്നിവയെ അതിവിസ്മയകരമായിട്ടാണ് ശില്പത്തിലൂടെ അവർ അവതരിപ്പിച്ചിരിക്കുന്നത്. നൃത്തം ചെയ്യുന്ന അപ്സരസുകൾ, സംഗീതജ്ഞൻ, സിംഹങ്ങൾ, യാനങ്ങളും എല്ലാം കല്ലിൽ എഴുതി വെച്ചിരിക്കുകയാണ് ഇവിടെ. ഇവയൊക്കെ ചേർന്ന് ഈ ക്ഷേത്രത്തിൻ്റെ കാലഘട്ടത്തിൻ്റെ ഒരു എന്താ പറയുക, ഒരു ബ്യൂട്ടിഫുൾ ഒരു ടൈം പീരീഡിനെ തന്നെ നമുക്ക് കാണിച്ചു തരുവാണ് ഈ ഒരു ശില്പങ്ങളെല്ലാം. പിന്നെ നമ്മൾ വളരെ ഡീപ്പായിട്ട് ചിന്തിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു വിജയനഗര വിത്തല ടെമ്പിളിൻ്റെയൊക്കെ ഒരു എൻജിനീയറിങ്ങിനെ പറ്റി, അന്നത്തെ ഒരു എൻജിനീയറിങ്ങിനെ പറ്റി നമ്മൾ സംസാരിക്കണം. കാരണം ഈ ക്ഷേത്രം ഉയർന്ന് നിൽക്കുന്ന തറയിൽ കെട്ടിയതാണ് വെള്ളക്കെട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. അതിൽ സൂര്യപ്രകാശം ശരിയായ രീതിയിൽ ചുറ്റും വീണ് കിടക്കാനും അകത്ത് തണുപ്പായി നിലനിൽക്കാനും സംവിധാനമുണ്ട്. കല്ലുകൾ തമ്മിൽ പൂരിപ്പിച്ച്
ഒറ്റത്തുണ്ടായതുപോലെ തോന്നുന്ന രീതിയിൽ നിർമ്മിച്ചതാണ്. അതുകൊണ്ടാണ് ഇന്ന് വരെ അവ നിലനിൽക്കുന്നതും. എന്താ അല്ലേ, അന്നത്തെ ആൾക്കാരുടെ ഒരു ബുദ്ധി ഒന്ന് നമുക്ക് അതിൽ തന്നെ മനസ്സിലാവും. ഇതിന് പിന്നിൽ ഒരുപാട് ചരിത്രവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. 15-ാം നൂറ്റാണ്ടിലെ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ഏറ്റവും പ്രകണ്ഡമായ കാലഘട്ടമായിരുന്നു. അതിൻ്റെ പ്രധാന സാംസ്കാരിക ആധാരമായി വിത്തല ക്ഷേത്രം നിലകൊള്ളുന്നതും. എങ്കിലും 1565 തലിക്കോട്ട് യുദ്ധം ചരിത്രം മാറ്റിവെക്കുകയും ചെയ്തു. ഹംപി ആക്രമിക്കപ്പെട്ടു, കൊള്ളയടിക്കപ്പെട്ടു, ദുഃഖകരമായ അതിൻ്റെ ഭൂരിഭാഗം കെട്ടിടങ്ങളും നശിച്ചുപോയി. എന്നാൽ വിത്തല ക്ഷേത്രം ഭാഗികമായി നിലനിൽക്കുന്നത് ഇപ്പോഴും അത്ഭുതം തന്നെയാണ്. ഇന്നത്തെ രൂപ അതിൻ്റെ നിലവിളിഞ്ഞ മഹത്വത്തിൻ്റെ അപൂർണം പ്രതീകമായി മാത്രമാണ്. ഇപ്പോൾ ഈ കാണുന്നതൊക്കെ നമ്മളെ കയറി ചെല്ലുമ്പോൾ അമ്പലത്തിനുള്ളിലുള്ള ഈ ഒരു തൂണുകളും കാര്യങ്ങളൊക്കെ തന്നെ എന്ത് വർക്കാണ് അവർ ചെയ്തു വെച്ചിരിക്കുന്നത് അന്നത്തെ ആ ഒരു കാലത്ത്. ഓരോ കല്ലിനും ഓരോ കഥയുണ്ടെന്ന് പറയുന്നത് ശരിയാണ്. കാരണം നമുക്ക് ആ ഒരു കല്ലിൽ കണ്ട ഒരു ഡിസൈൻ വേറൊരു കല്ലിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. എല്ലാം ഓരോ കഥകൾ പോലെ ഇങ്ങനെ കഥകൾ എഴുതുന്നത് പോലെയാണ് അവർ കഥകളിങ്ങനെ കല്ലിൽ കൊത്തി എഴുതി വെച്ചേക്കുന്നത്. ഈ സപ്തസ്വരമണികൾ കേൾക്കും എന്ന് പറയുന്ന ആ തൂണുകളൊന്നും നമുക്കിപ്പോൾ അങ്ങനെ സ്പർശിക്കാനോ തട്ടാനോ ഒന്നും സാധിക്കില്ല. അതിനൊക്കെ റെസ്ട്രിക്ഷൻസ് ഇപ്പോൾ ഉണ്ട്. കാരണം ഇത് കാലപ്പഴക്കം വേറുന്തോറും ചെറുതായിട്ട് നശിക്കാനും ഒക്കെ ചാൻസ് ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അവിടെ പോകുമ്പോൾ ശ്രദ്ധിക്കണം. ശരിക്കും ഇവിടെ പോകാൻ കറക്റ്റ് ഒരു ടൈം പീരീഡ് എനിക്ക് മനസ്സിലായത് ഒന്നെങ്കിൽ ഒരു സൺറൈസിൻ്റെ ടൈം അല്ലെങ്കിൽ ഒരു സൺസെറ്റിൻ്റെ ടൈമൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സൂര്യൻ്റെ പ്രകാശവും ഒക്കെ വന്ന് തട്ടി ആ ഒരു ടൈം പീരീഡിൽ ഉള്ള ഫോട്ടോസൊക്കെ ഞാൻ അനവധി കണ്ടിട്ടുണ്ട്. അടിപൊളിയാണ്. നിങ്ങളും ആ ഒരു ടൈമിലൊക്കെ പോകാനായിട്ട് മാക്സിമം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. അതെൻ്റെ ഒരു സജഷനാണ്. നമുക്ക് എല്ലാത്തിനും അതുപോലെ ടൈം കിട്ടണമെന്നില്ല. ഞാനിപ്പോൾ ഈ സമ്മർ ടൈം പീരീഡിൽ പോയതുകൊണ്ടാവാം ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടായത്, ഈ ഒരു ക്ലൈമറ്റൊക്കെ എനിക്ക് കിട്ടിയത്. അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടി ഒരു വിൻ്റർ ടൈമിലേക്കൊക്കെ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും എന്നാണ് എൻ്റെ ഒരു സജഷൻ. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെ ഏറ്റവും ആ ഒരു വിത്തല ടെമ്പിളിലെ ബോർഡറിലുള്ള കുറച്ച് മണ്ഡപങ്ങളൊക്കെയാണ്. ഞാൻ അവിടെയൊക്കെ കുറേ നേരം ഇരുന്ന് വിശ്രമിച്ചായിരുന്നു. കാരണം നമ്മൾ അവിടെ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു സ്ഥലത്തിൻ്റെ ആ ഒരു ഫീലും ആ ഒരു കാംനെസ്സും ഒക്കെ നമുക്കിങ്ങനെ കിട്ടും. പിന്നെ കുറേയൊക്കെ വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്തിരിക്കും ആ റഷൊക്കെ ഒന്ന് മാറാൻ. കാരണം വിത്തല ടെമ്പിൾ അത്യാവശ്യം നല്ല രീതിയിൽ ആൾക്കാർ വരുന്നൊരു സ്ഥലമാണ്. കാരണം നമ്മൾ ആ സിനിമയിൽ കണ്ടിട്ടുണ്ട്, അതിലൊരു നല്ലൊരു പാട്ട് കാര്യങ്ങളെല്ലാം ഈ ഒരു ക്ഷേത്രത്തിലാണ് ഷൂട്ട് ചെയ്തത്, ആനന്ദത്തിൽ. അപ്പോൾ ഇതൊക്കെയാണ് അമ്പലത്തിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകൾ. നമ്മുടെ ഹിന്ദു പുരാണ കാലങ്ങളിലുള്ള ദൈവങ്ങളുടെയും ഒക്കെ എല്ലാം ഇങ്ങനെ കുത്തിപ്പണിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഈ കാണുന്ന ഒരു സ്റ്റാച്ചു ഒക്കെ ഒരു ഒറ്റക്കല്ലിൽ നിർമ്മിച്ച് വെച്ചിരിക്കുന്നതാണ്. ഒറ്റക്കല്ലിൽ കൊത്തിയെടുത്തേക്കുന്ന രീതിയിലുള്ള കല്ലുകളാണ്. അതുകൊണ്ട് തന്നെയാണ് അതൊക്കെ ഇപ്പോഴും ഇങ്ങനെ നിലനിൽക്കുന്നത്. കല്ലുകളാണ് അടിസ്ഥാനം. നമ്മളെ ഹംപിയുടെ ആ ഒരു ഭൂപ്രകൃതിയെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ എവിടെ നോക്കിയാലും നമുക്കൊരു പാറക്കെട്ടുകൾ കൊണ്ടുള്ള മലകളാണ് മൊത്തം. നമുക്കല്ലാണ്ടൊരു നമ്മുടെ നാട്ടിലെ പോലൊരു കാടും മേടും ഒന്നും നമുക്കങ്ങനെ കാണാൻ സാധിക്കില്ല. ഭൂരിഭാഗവും പാറക്കല്ലുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്കന്ന് ഈ കല്ലുകൾക്കൊന്നും അങ്ങനെ ഒരു ക്ഷാമം ഉണ്ടാകത്തുമില്ല. അവർക്ക് ഏറ്റവും ഉള്ള സോഴ്സാണല്ലോ ആ ഒരു കല്ല്. അപ്പം അതുകൊണ്ടാണ് ഇവരിതെല്ലാം നിർമ്മിച്ചത്. ഈ ഒരു റൂമിലൊക്കെ ഉണ്ടല്ലോ ആ കുറച്ച് ഹോൾസിൽ കൂടെ ഒക്കെ ഈ സൂര്യപ്രകാശം വന്ന് വീഴുമ്പോൾ ഒക്കെ ആ ഒരു ഭിത്തിക്കൊക്കെ കൊടുക്കുന്നൊരു ഭംഗിയൊന്ന് വേറെയാണ്. അതിൻ്റെ അകത്തൊക്കെ ഉള്ളിലൊക്കെ നല്ല തണുപ്പുമാണ്. നമ്മൾ നോർമലി ഇപ്പോൾ നമ്മുടെയൊക്കെ വീട്ടിൽ സിമെൻറ്റ് ഉണ്ടാക്കിയ വീടിൻ്റെ അകത്ത് കയറുമ്പോൾ നമുക്കൊരു ചൂട് അനുഭവപ്പെടും. പക്ഷെ ഇവിടെ അങ്ങനെയൊന്നുമല്ല, നല്ല തണുപ്പും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ ഒരു മരം നമ്മൾ ഈ ചില കൃഷ്ണൻ്റെയൊക്കെ സീരിയൽ അല്ലെങ്കിൽ മഹാഭാരതം എന്നൊക്കെ പറയുന്ന വലിയ വലിയ എപ്പിക് സ്റ്റോറീസിലൊക്കെ നമ്മൾ ചില സീരിയലിലായിട്ട് കാണുമ്പോൾ ഇങ്ങനെ ചില മരങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുന്നതാണ്, ഈ വൃന്ദാവനം എന്നൊക്കെ പറയുന്നത്. അതുപോലൊരു ഫീലാണ് ഈ ഒരു മരം അവിടെ നിൽക്കുന്ന ഒരു ഫ്രെയിം. ഭയങ്കര രസമാണ്. അതെനിക്ക് തോന്നുന്നു നല്ല പഴക്കമുള്ളൊരു മരമായിരിക്കണം. അതിൻ്റെ ഒരു വേരുകളും ആ ഒരു മരത്തിൻ്റെ തടിയും ഒക്കെ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും എത്രയോ വർഷമായിട്ടൊന്നും നിൽക്കുന്ന ഒരു മരമാണെന്ന്. അതൊക്കെ അവർ ഇങ്ങനെ അവിടെ പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ ആ ഒരു മരമൊക്കെ ആ ഒരു സ്ഥലത്തിന് ഭയങ്കര ഒരു വെറൈറ്റി ഒരു ഭംഗിയാണ് നൽകുന്നത്. കാരണം അത്രയും പാറക്കല്ലുകൾക്കിടയിൽ ഒരു മരം നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ
ഇപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ആ ഒരു സ്റ്റോൺ ചാരിയറ്റ്. ഇപ്പോൾ കുട്ടികളൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാം ഓർക്കണം, നമ്മുടെ 50 രൂപ നോട്ടിലുള്ളൊരു കാര്യമാണ് ഈ സ്റ്റോൺ ചാരിയറ്റ്. അപ്പോൾ ആ ഒരു നോട്ടിൽ ഇത് വരണം എന്നുണ്ടെങ്കിൽ എത്രമാത്രം ഇമ്പോർട്ടൻസ് ആണ് നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് ഈ ഒരു സ്ഥലത്തിന്, ഹംപിക്കും ആ ഒരു സ്റ്റോൺ ചാരിറ്റിന് കൊടുത്തതെന്നുള്ളത് നമ്മുടെ പൈതൃകത്തെയും ഒക്കെ സൂചിപ്പിക്കുന്നു. അപ്പോൾ നമ്മളങ്ങനെ പയ്യെ ഞാനങ്ങനെ വിതലാറ്റംപള്ളിയിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ അതിനോട് ചേർന്ന് തന്നെയാണ് ഈ ഒരു ബസാർ. നമ്മൾ ആ കൃഷ്ണ ബസാറൊക്കെ കണ്ട പോലെ തന്നെ ഉള്ളൊരു ബസാർ. ഇവിടെയും പണ്ട് ഗോൾഡും ഡയമണ്ട്സും ഒക്കെ ഇങ്ങനെ വ്യാപാരം ചെയ്തിരുന്നൊരു സ്ഥലമാണ്. അപ്പോൾ അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസും എല്ലാം അവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് പോയി അതൊക്കെ വായിക്കാം. ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോഴാണ് നിങ്ങൾക്ക് പോസ് ചെയ്യുമ്പം അതൊക്കെ വായിച്ച് ഇതെന്താണെന്നുള്ള ഒരു അറിവും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഈ കാണുന്ന മണ്ഡപങ്ങളൊക്കെ നമുക്ക് ഭയങ്കര ഒരുപാട് ഫോട്ടോ എടുക്കാൻ പറ്റും. നമുക്ക് നല്ല 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 ഫ്രെയിംസ്, നല്ല സിമെട്രിക്കായിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ അങ്ങനത്തെ മണ്ഡപങ്ങളൊക്കെ നല്ല അടിപൊളിയാണ്. അപ്പോൾ അങ്ങനെ വിദ്യാലയ ടെമ്പിളിലെ ആ ബസാറിനും കാഴ്ചകളൊക്കെ ഉണ്ട്. ഞങ്ങൾ നേരെ നോർത്ത് ഹംപി ലക്ഷ്യമാക്കി ഇറങ്ങി. അപ്പോൾ നോർത്ത് ഹംപിയിലേക്ക് എത്തുന്നതിന് മുമ്പ് നമുക്ക് ഈ തുംഗഭദ്ര റിവറിനെ പരിചയപ്പെടാം. അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ കാണുന്നതാണ് തുംഗഭദ്ര റിവർ, അവിടുത്തെ ഏറ്റവും വലിയ റിവർ. തുംഗഭദ്ര റിവർ അത്യാവശ്യം ഫേമസ് ആണ്. അപ്പോൾ ഇത് ക്രോസ് ചെയ്ത് പോയിട്ടാണ് നമ്മൾ അപ്പുറത്തെ സൈഡിലാണ് നോർത്ത് സൈഡ് ഹംപി വരുന്നത്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളാണ് നമ്മളിനി കാണാൻ പോകുന്നത്. അപ്പോൾ ഇത് എൻ്റെ ഓട്ടോ ചേട്ടൻ ആദ്യം എന്നെ കൊണ്ടുപോയ ഒരു അമ്പലമാണ്. ഇത് പോയി കണ്ടിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ അതിനോട് ചേർന്ന് തന്നെ നമുക്ക് ആ തുംഗഭദ്ര റിവറിൻ്റെ ഒരു പുഴയോരവും ഒക്കെ നമുക്ക് പോയിട്ടിരിക്കാനും വെള്ളത്തിലൊക്കെ ഇറങ്ങി കുളിക്കാൻ വരെ പറ്റും. അപ്പം ഈ ഒരു അമ്പലത്തിൻ്റെ പേര് ഒരു ശിവൻ്റെ ക്ഷേത്രമാണ്. ഇതൊരു രാമായണം ബേസ്ഡ് ആയിട്ടുള്ളൊരു ക്ഷേത്രമാണ്. പക്ഷേ ഇവിടെ രാമൻ്റെ കാൽപ്പാടുണ്ട്. അങ്ങനെ ഒരു വിശ്വാസത്തിലാണ് ഈ ക്ഷേത്രം അവിടെ നിലകൊള്ളുന്നത്. അതാണ് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഒരു വിശ്വാസം. അങ്ങനെ ഒരുപാട് നമ്മൾ ഈ പറഞ്ഞ ക്രൗഡൊന്നും വരുന്നൊരു ഏരിയ അല്ല ഇതൊന്നും. പക്ഷേ എന്നാൽ പോലും വിശ്വാസികൾ ഒരുപാട് എത്തുന്ന സ്ഥലമാണ്. അപ്പം ഞാൻ അദ്ദേഹത്തിനോട് മാപ്പ് കാണിച്ചപ്പോഴേ പറഞ്ഞായിരുന്നു, ഒരു സ്ഥലം നമുക്ക് വിടാൻ പറ്റില്ല, എല്ലായിടത്തും പോകണം, നോർത്തും സൗത്തും പോകണം, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളെല്ലാം പോകണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ വന്നത്. ഈ കാണുന്നൊക്കെ ഈ ഒരു അമ്പലത്തിൻ്റെ ഒരു ബൗണ്ടറിയാണ്. അപ്പോൾ നമുക്കിവിടെ വന്നിട്ട് ഇങ്ങനെ തൊഴാനൊക്കെ പറ്റും. അവിടെ ഇങ്ങനെ ആൾക്കാർ വന്ന് പ്രാർത്ഥിക്കാനിരിക്കുകയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഉള്ളിലൊരു ശിവൻ്റെ ഒരു വിഗ്രഹവും കാര്യങ്ങളൊക്കെയാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഞാൻ അവിടെ തൊഴുതു, പയ്യെ ഇറങ്ങി പുറത്തിറങ്ങി താഴെ എത്തിയപ്പോഴാണ് ആ ഒരു തുംഗഭദ്ര റിവറിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഹംപിയുടെ ഒരു ലാൻഡ്സ്കേപ്പ്, കറക്റ്റ് ലാൻഡ്സ്കേപ്പൊക്കെ നമുക്കിങ്ങനെ കാണാൻ പറ്റും. ഈ പാറക്കെട്ടുകൾക്കിടയിലൂടെ ഒഴുകുന്ന ഒരു റിവറും അവിടെ ഒരുപാട് ആൾക്കാർ, എനിക്ക് തോന്നുന്നു ടൂറിസ്റ്റുകളും എല്ലാം വന്ന് കുളിക്കുകയോ എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അവിടുത്തെ ലോക്കൽസും ഒക്കെ ഉണ്ടായിരുന്നു. നമുക്കും വേണമെങ്കിൽ ഇറങ്ങാം. ഇതുവഴി പാറയിൽ കൂടെ ചാടി നമുക്ക് കുറേ അങ്ങോട്ടൊക്കെ പോകാനും ഒക്കെ പറ്റും. പിന്നെ ഞാൻ ആ ക്ലൈമറ്റ് അത്ര റെഡി ആയിരുന്നില്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങനെ പോയില്ല. നമുക്ക് പിന്നെ സ്ഥലങ്ങൾ കവർ ചെയ്യാനുള്ളത് കൊണ്ടും ഞാനവിടെ ദൂരെ നിന്ന് ഇതെല്ലാം ക്യാപ്ചർ ചെയ്തു നിങ്ങളെ കാണിക്കാൻ വേണ്ടി. അപ്പോൾ ഈ കാണുന്ന സ്ഥലങ്ങളൊക്കെ തന്നെ എന്ത് അടിപൊളിയാണല്ലോ. നമ്മൾ കുറേ തമിഴ് പടത്തിലൊക്കെ നമ്മളിത് കണ്ടിട്ടുണ്ട്. ഈ ഫ്രെയിംസൊക്കെ ഒരുപാട് പടങ്ങളെല്ലാം ഷൂട്ട് ചെയ്തപ്പോൾ പാട്ടും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യും. അവിടെ കുറേ വെഡ്ഡിങ്ങിൻ്റെ ഫോട്ടോഗ്രാഫിയും ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും അവിടെ എൻജോയ് ചെയ്ത് കുളിക്കുകയും എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ആ ഒരു ശ്രീരാമൻ ഇവിടെ വന്നിട്ട് ഇവിടെ നിന്നൊരു അമ്പ് ചെയ്തു എന്നാണ് ഇവിടുത്തെ ഈ ഒരു അമ്പലത്തിൻ്റെയും ഈ നിൽക്കുന്ന ഒരു കെട്ടിടത്തിൻ്റെയൊക്കെ ഒരു പ്രത്യേകത പറയുന്നത്, അവരുടെ വിശ്വാസം. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. എല്ലാം രാമായണത്തിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള കഥകളാണ്. പിന്നെ അങ്ങോട്ട് ഈ സ്ഥലങ്ങളിലെല്ലാം നമുക്ക് കേൾക്കാനും കാണാനുമായിട്ടുള്ളത്. നിറയെ പാറക്കെട്ടുകളൊക്കെയുള്ള തുംഗഭദ്ര റിവറിൻ്റെ ബാങ്ക്സിലുള്ളൊരു സ്ഥലം. അപ്പോൾ അങ്ങനെ സമയം ഏകദേശം 2 മണിയൊക്കെ എത്തിയപ്പോഴത്തേനും ഞാൻ ബാക്കി സ്ഥലങ്ങൾ കവർ ചെയ്തിരുമ്പോൾ നമ്മുടെ ഓട്ടോ ചേട്ടനോട് പറഞ്ഞു, എനിക്ക് വിശക്കുന്നുണ്ട്, നമുക്ക് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി അവിടെ നമുക്കൊക്കെ പിടിക്കുന്ന രീതിയിൽ ഫുഡുള്ളത് അത്യാവശ്യം നല്ല റെസ്റ്റോറൻറ്റ്സ് എന്ന് പറയുന്നത് അവിടെ കുറച്ച് റിസോർട്ട്സ് ഇപ്പം ഉണ്ട്. അപ്പോൾ ആ ഏതെങ്കിലും റിസോർട്ടിൽ പോയിട്ട് അവിടുത്തെ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കാൻ പറഞ്ഞു. അങ്ങനെ പുള്ളി എന്നെ ഒരു റിസോർട്ടിലേക്കാണ് ഈ കൊണ്ടുപോകുന്നത്. അത്യാവശ്യം അടിപൊളി, നമ്മുടെ കേരളത്തിലെ പോലെ കുറേ വാഴകളും തെങ്ങും ഒക്കെ ഉള്ളൊരു സ്ഥലം. അപ്പോൾ ഇവിടെ ആദ്യം പോയി പുള്ളിക്കാരൻ തിരക്കി, പക്ഷെ അവിടെ ഭക്ഷണം ഇല്ലായിരുന്നു, കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി പറഞ്ഞു ഒരു സ്പോട്ട് കൂടെ ഉണ്ട്, അവിടെ പോവാം, അവിടെ എന്തായാലും കാണാൻ ചാൻസ് ഉണ്ടെന്ന്. ഇപ്പം നിങ്ങൾക്കൊക്കെ ഇപ്പോൾ ഇവിടെ ഒരു ദിവസം സ്റ്റേ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഹിപ്പി ഐലൻഡായിട്ട് നമുക്ക് പറയാനിപ്പോൾ ഇല്ല, പക്ഷേ ആ ഒരു റീജിയനെ അവരങ്ങനെയാണ് വിളിക്കുന്നത്. അങ്ങോട്ടുള്ള യാത്രയൊക്കെ അടിപൊളിയാണ്. പുള്ളി നമ്മളെ കൊണ്ടുപോകും, പറഞ്ഞാൽ മതി. ഇപ്പോൾ ഈ വീഡിയോ കണ്ടിട്ടാവുന്നതെന്നാലും പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വീഡിയോ കാണിച്ചു കഴിഞ്ഞാൽ പുള്ളി കൊണ്ടുപോകും കഴിക്കാൻ. അപ്പോൾ നമ്മൾ ഈ റെസ്റ്റോറൻറ്റിലാണ് വന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത റേറ്റ്സാണ്. ഇതുപോലൊരു
ടൂറിസ്റ്റ് പ്ലേസിൽ പോകുമ്പോൾ നമുക്ക് നോർമലി ഉള്ളൊരു റേറ്റ്സും കാര്യങ്ങളാണ്, പക്ഷെ നല്ല ക്വാണ്ടിറ്റിയിലാണ് ഫുഡ് തരുന്നത്. നമ്മളൊരു ചില്ലി ചിക്കനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ബൗളിലാണ് അവർ കൊണ്ടുതരുന്നതൊക്കെ. അപ്പോൾ അവിടെ നിന്നൊക്കെ ഫുഡ് കഴിക്കാനായിട്ട് അവിടെ സ്റ്റേയും നമുക്ക് കിട്ടും. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ പയ്യെ ഫുഡൊക്കെ കഴിച്ച് അടുത്ത അമ്പലം, ഇതൊരു അത്യാവശ്യം ട്രെക്കിംഗ് ഉള്ളൊരു അമ്പലമാണ്. വാലി സുഗ്രീവൻ എന്നാണ് ഈ ഒരു അമ്പലത്തിൻ്റെ പേര്. അപ്പോൾ ഈ ഒരു വാലി സുഗ്രീവൻ ടെമ്പിളിൻ്റെ ഒരു കഥ പറയുകയാണെങ്കിൽ, വാലി ഗുഹ ഹംപിയുടെ അജ്ഞാനാദ്രി മലയുടെ സമീപത്താണുള്ളത്. ആനേഗുണ്ടി എന്ന ഗ്രാമത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ വിതല ക്ഷേത്രം പോലെ തന്നെ ഹംപിയിലെ ഒരു പ്രധാന ആകർഷണമല്ല ഈ ഒരു ക്ഷേത്രം, എല്ലാവരും പോകുന്നൊരു സ്ഥലമല്ല. പക്ഷെ എന്നാൽ പോലും ഇത് നമുക്ക് മാറ്റി വെക്കാൻ പറ്റാത്തൊരു സ്ഥലമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഞാൻ ഇവിടെ എത്തിയപ്പോൾ അത്യാവശ്യം മഴയൊക്കെ പെയ്യാൻ തുടങ്ങിയായിരുന്നു. ക്ലൈമറ്റൊക്കെ ആകെ ഒന്ന് മാറി, ചെറുതായിട്ട് കോടയൊക്കെ ദൂരെ അടിച്ച് കയറി വരുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. അത്യാവശ്യം ക്ലൈമറ്റ് നല്ല ക്ലൈമറ്റായിരുന്നു. എനിക്ക് അത്യാവശ്യം കാറ്റും നല്ല തണുപ്പും ഒക്കെ കിട്ടി തുടങ്ങി. ഈ ഗുഹയുടെ കഥ പറയുകയാണെങ്കിൽ, ഈ ഗുഹയാണ് ശക്തിശാലിയായ വാനര രാജാവായ വാലിയുടെ വാസസ്ഥലമായിരുന്നു എന്നാണ് ഇവരുടെ ഒരു വിശ്വാസം. ഈ കാണുന്നതൊക്കെ രാമൻ്റെയൊക്കെ ഒരു കാൽപ്പാടെന്നാണ് അവരുടെ ഒരു വിശ്വാസം വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രാമായണത്തിനെ ബേസ് ചെയ്തിട്ടാണ് ഹംപിയുടെ കംപ്ലീറ്റ് ഒരു കഥകളും കാര്യങ്ങളൊക്കെ നോർത്ത് സൈഡിലാണ് വരുന്നത്. അവർ പറഞ്ഞ അനുസരിച്ചുള്ളൊരു കഥ ഞാൻ പറയാം. ഒരു തവണ വാലിയും മായാവി എന്നൊരു ഭീകര ദാനവും തമ്മിൽ വലിയ യുദ്ധമുണ്ടായിരുന്നതാണെന്നത്ര അവരുടെ ഒരു വിശ്വാസം. അന്ന് ദാനവനെ പിന്തുടർന്ന് വാലി ഒരു ഗുഹയിലേക്ക് കടന്നുപോയി. സുഗ്രീവനോട് പുറത്തു തന്നെ കാത്തിരിക്കാൻ പറഞ്ഞു. വളരെ നേരം കഴിഞ്ഞിട്ടും വാലിയെ കാണാനില്ല. അങ്ങനെ ഗുഹയിൽ നിന്നൊരു രോമാഞ്ചകരമായ ശബ്ദങ്ങൾ കേൾക്കുകയും രക്തം പുറത്തേക്ക് വരികയും ചെയ്തു. സുഗ്രീവൻ വാലി മരിച്ചെന്ന് കരുതി ഗുഹയുടെ വാതിൽ വലിയ കാലാൽ അടച്ചു. വലിയൊരു കല്ലടച്ച് ഈ സുഗ്രീവൻ അടച്ചു. പിന്നീട് വാലി മടങ്ങി വന്നപ്പോൾ കഠിനമായി കോപിച്ചു. സുഗ്രീവൻ തനിക്ക് വിശ്വാസവഞ്ചന ചെയ്തുവെന്ന് വിചാരിച്ചു. ഇതാണ് അവരുടെ വൈരത്തിൻ്റെ തുടക്കവും. പിന്നീട് ശ്രീരാമൻ്റെ ഇടവിലിൽ അത് തീരുകയും ചെയ്തു. അപ്പോൾ ഈ കാണുന്നതാണ് ആ ഒരു ഗുഹ. ഈ ഗുഹയ്ക്കുള്ളിലാണ് ഈ ഒരു അമ്പലം പറയുന്നത്. ഈ ഗുഹയ്ക്കുള്ളിൽ കയറിയപ്പോഴാണ് കല്ലുകൊണ്ട് അടച്ചു എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മളിങ്ങനെ നോക്കുമ്പോൾ അവിടെ അങ്ങ് ഞാൻ പോകുന്ന ടൈമിൽ ആരുമില്ല. നോക്കുമ്പോൾ ഇങ്ങനെ ഒരു ഹനുമാൻ്റെ ശ്രീരാമൻ്റെ ഒക്കെ ഒരു സ്റ്റാച്ചു ഒക്കെ അവിടെ ഇങ്ങനെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പെട്ടെന്ന് വിചാരിക്കും ആരും നിൽക്കുന്ന പോലെ നമുക്ക് ഫീലൊക്കെ ചെയ്യും. നമുക്ക് കയറാൻ പറ്റും. ഞാൻ പയ്യെ ഫോണിൻ്റെ ടോർച്ചൊക്കെ ഓണാക്കി ഉള്ളിലേക്ക് കയറി. പിന്നെ ഇത് വലിയൊരു മലയുടെ മുകളിലായതുകൊണ്ട് തന്നെ സൈഡിലൊക്കെ കാടുകളൊക്കെയാണ്. അപ്പോൾ ഇവിടെ മൃഗങ്ങളുടെ ശല്യമൊക്കെ ഉണ്ടെന്നാണ് അവിടെ പറയുന്നതും അവിടെ എഴുതി വെച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ പോകുമ്പോൾ അത്യാവശ്യം സെക്യൂറായിട്ട് തന്നെ പോവുക. അങ്ങനെ പ്രശ്നങ്ങളൊന്നും നിലവിലില്ല. എന്നാൽ പോലും നമ്മളൊരു കോഷൻ പോലെ ഞാൻ പറഞ്ഞതാണ്. ഇന്നീ കാണുന്ന ഗുഹ ഒരു ചെറിയ പൈതൃകത്തിൻ്റെ ശിലാഗുഹയാണ് എന്ന രീതിയിലാണ് നിലനിൽക്കുന്നത്. അത്ര വലിയ അകത്തളങ്ങളോ ശില്പശൈലികളോ ഒന്നുമില്ലെങ്കിലും അതിൻ്റെ ശാന്തതയും ആന്തരിക ഭക്തിയുമാണ് ആകർഷകമാക്കുന്നത് നമ്മളെ. ഗുഹയുടെ ഉള്ളിൽ തണുത്തതും ഇരണ്ടതുമായിരിക്കും. ഒരു ധ്യാനാവസ്ഥ സൃഷ്ടിച്ചുകൊണ്ട് ഇരിക്കുന്ന ഒരു ടൈപ്പ് സ്ഥലമാണ്. നമുക്കൊരു മെഡിറ്റേഷനും ഒക്കെ ചെയ്യാനൊക്കെ ആണെങ്കിൽ പറ്റിയ സ്ഥലമാണ്. കാരണം അത്രയും ശാന്തമാണ്. അവിടെ ഒരുപാട് ക്രൗഡോ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ഈ മഞ്ഞുമൽ ബോയ്സ് സിനിമയൊക്കെ കണ്ട പോലെ അങ്ങനത്തെയൊക്കെ ഒരു സ്ഥലമാണ്. വലിയ ഗുഹകളും കാര്യങ്ങളും പാറക്കെട്ടുകളൊക്കെ ആയിട്ട് ഒറ്റപ്പെട്ട് കിടക്കുന്നൊരു സ്ഥലം. അവിടെ ഇതുപോലെ ഐതിഹ്യമുണ്ട്. അപ്പോൾ നമ്മൾ ഈ കാണുന്നതാണ് ആ ഒരു ഗുഹയിലേക്ക് വാലി ഗുഹ എന്ന് പറയുന്നത്. ഇവിടാണ് അന്ന് ആൾ കയറിയിരുന്നതും കൊന്നതും ഒക്കെ. അപ്പോൾ ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ ഈ ഒരു മൃഗങ്ങളുടെ ബോർഡും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ തന്നെ ഞാൻ ചെറുതായിട്ടൊന്ന് പേടിച്ചു. കാരണം അപ്പുറത്ത് കാട്, പിന്നെ അവിടെ അങ്ങ് ആരും ഇല്ലായിരുന്നു. അമ്പലത്തിൻ്റെ പൂജാരിനെ പോലും എനിക്ക് കാണാൻ പറ്റിയില്ല അവിടെ. അതുകൊണ്ട് പിന്നെ ഞാൻ എന്തായാലും കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട്, നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും അവിടെ വരെ വന്നതല്ലേ, കയറി കണ്ടേച്ച് തന്നെ പോകാമെന്ന് ഓർത്തു. അങ്ങനെ ഞാൻ പയ്യെ ആ ഒരു ഗുഹയുടെ ഉള്ളിലേക്ക് കയറി. പയ്യെ കയറുമ്പോൾ നമുക്ക് നേരെ നോക്കുമ്പോൾ ഫുൾ ഇരുട്ടാണ്. നമുക്കങ്ങനെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് അത്യാവശ്യം പേടി വരും. കാരണം നമ്മൾ ഈ മഞ്ഞുമൽ സിനിമയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് എങ്ങാനും താഴെ പോവോ അല്ലെങ്കിൽ എന്തെങ്കിലും വീഴുവോ എന്നൊക്കെ നമുക്കൊരു പേടി ഓട്ടോമാറ്റിക്കലി വരും. അതുപോലെ തന്നെ എനിക്കും വന്നു. എന്നാലും പയ്യെ അകത്ത് കയറി എന്താണുള്ളതെന്നൊക്കെ ഒന്ന് കാണാൻ ഒരു കൗതുകം ഉള്ളതുകൊണ്ട് ഞാൻ പയ്യെ അകത്തേക്ക് ടോർച്ചൊക്കെ അടിച്ച് കയറിപ്പോയി. അപ്പോൾ ഒന്നുമില്ല, ജസ്റ്റ് നമുക്ക് ഈ ഒരു ഗുഹ തന്നെ റൗണ്ട് അടിച്ച് നമ്മൾ ആദ്യമേ കണ്ട എക്സിറ്റിൽ നമുക്ക് വരാൻ പറ്റും. അതാണ് സംഭവം.
അതിൻ്റെ ഉള്ളിൽ ഫുള്ള് പാറകളുടെ ഇടയ്ക്കൂടെ നമ്മളിങ്ങനെ പോകുന്നു. അതൊക്കെ എങ്ങനെ ഉണ്ടായി എന്നൊക്കെ തന്നെ നമ്മൾ ചിന്തിച്ചു പോകും. അത് കറക്റ്റ് ഒരാൾക്ക് എന്തായാലും എടുത്ത് വെക്കാൻ പറ്റില്ലല്ലോ ഇങ്ങനെ പാറക്കല്ലുകൾ കറക്റ്റായിട്ട്. എന്തായാലും അതൊരു അത്ഭുതമാണ്. അതൊക്കെ നമ്മൾ പോയി അറ്റൻഡ് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഹംപിയിൽ. കാരണം നമ്മൾ നോർമലി പോകുന്ന സ്ഥലങ്ങൾ മാത്രമല്ലാണ്ട് ഇതൊക്കെ പോവുകയാണെങ്കിൽ അത്യാവശ്യം നല്ലതാണ്. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഹംപിയിലെ ഒറ്റപ്പെട്ട കുന്നുകൾക്കിടയിൽ ഭക്തിഭാവം നിറഞ്ഞ ഒരു പുരാതന തീർത്ഥാടന സ്ഥലമാണ് ഈ പമ്പ സരോവർ നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ സ്ഥലത്തിന് ധാരാളം പുരാണ ചരിത്രമൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് രാമായണവുമായി ബന്ധപ്പെട്ടുള്ളതായതുകൊണ്ട് വിശ്വസിക്കപ്പെടുന്നു. തെങ്ങിന കാടുകൾക്കിടയിലൂടെ മലകളുടെ അടിവാരത്ത് ലഹരി പോകുന്ന വെള്ളത്തിൽ പ്രതിഫലിക്കുന്ന ആകാശം കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു ദൈവികത തരുന്നൊരു അനുഭവമാണ്. അങ്ങനത്തെ ടൈപ്പിലുള്ളൊരു സ്ഥലമാണിത്. വളരെ പീസ്ഫുള്ളായിട്ട് ഒക്കെ ആ പാറക്കെട്ടുകളൊക്കെ ഇടയിൽ വലിയൊരു കുളം, പമ്പ സരോവർ. അതാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത. പമ്പ സരോവറിന് ശക്തിപീഠം എന്ന വിശേഷണവുമുണ്ട്. ഈ കുന്തം അക്ഷരാർത്ഥത്തിൽ ഹിന്ദു ഐതിഹ്യങ്ങളിലൊരു ജീവൻ കുളമായാണ് കാണപ്പെടുന്നത്. ഇന്ത്യയിലെ പഞ്ച സരോവരമാരിൽ ഒന്നാണ് പമ്പ സരോവർ. മറ്റു 4 മാനസ സരോവർ, ബിന്ദു സരോവർ, നാരായൺ സരോവർ, പുഷ്കര സരോവർ. പമ്പ സരോവരത്തിൻ്റെ ചരിത്രം മഹാഭാരതത്തിലും രാമായണത്തിലും സമാനതയും സമ്പന്നവുമാണ്. പമ്പാദേവി ഈ സരോവരത്തിനടുത്ത് ആരാധിക്കപ്പെടുന്നത് ദേവിയാണ്. വിശ്വാസപ്രകാരം പമ്പാദേവി പാർവതിയുടെ അവതാരമാണ്. ശിവഭക്തിയായ വലിയ തപസ്സു ചെയ്തവളായി പുരാണങ്ങൾ പറയുന്നു. ഇതാണ് ശ്രീരാമൻ്റെ കഥയുമായി ബന്ധിപ്പിക്കുന്നത്. പമ്പാ സരോവറിനടുത്താണ് ശ്രീരാമൻ ശബരിയോടൊപ്പം ചേർന്ന് അവളുടെ ആധികാരികമായ ആദരവും ആത്മീയ സ്നേഹവും അനുഭവിച്ചതെന്ന് പറയപ്പെടുന്നു. അങ്ങനെ ശബരി രാമന് വേണ്ടി വർഷങ്ങളോളം കാത്തിരുന്നുവെന്നും അവളുടെ ഭക്തിയാൽ രാമൻ അത്ഭുതം അനുഭവിച്ചിട്ടതായും രാമായണത്തിൽ വിശദമായി പറയുന്നുണ്ട്. ആ വിസ്മരണീയമായ കാഴ്ചകളും കഥകളും ഈ പ്രദേശത്തെ ഒരു ദൈവിക കാര്യങ്ങളും ഒക്കെ നമുക്ക് തരുന്നു. അപ്പം അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നമ്മുടെ ഈ ഹംപി യാത്രയിലെ ഏറ്റവും അവസാനത്തതും എനിക്ക് ഏറ്റവും ഫേവറേറ്റായിട്ട് തോന്നിയതുമായിട്ടുള്ളൊരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. അതാണ് ഈ ഒരു ഹനുമാൻ ടെമ്പിൾ എന്ന് പറയുന്നത്. ഹനുമാൻ ജനിച്ചത് ഇവിടെയാണെന്നാണ് ഇവിടെ ഉള്ളവരുടെ ഒരു വിശ്വാസം. അപ്പം അങ്ങനെയാണ് ഇതിനെപ്പറ്റി ഉള്ള കഥകളും. നമ്മൾ ആനന്ദ് സിനിമയിൽ ആദ്യം അവർ പോകുന്നത് ഈ ഒരു അമ്പലത്തിലാണ്. എല്ലാവരും ഓർക്കുന്നുണ്ടെന്നറിയില്ല, അവരെല്ലാവരും സ്റ്റെപ്പ് കയറാനൊക്കെ ഭയങ്കരമായിട്ട് പാടുപെടുന്നത്. ഏകദേശം 575 പടികൾ കയറി വേണം നമുക്ക് ഏറ്റവും മേളിൽ, അതായത് ഹംപിയിലെ ഏറ്റവും ടോപ്പാണ് ഈ ഒരു ഹനുമാൻ ടെമ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമ്മൾ കയറി പോകുമ്പോൾ തന്നെ ശ്രീരാമൻ്റെ ഒരു ഗോൾഡൻ പ്ലേറ്റഡ് ആയിട്ടുള്ള ഈ ഒരു വിഗ്രഹവും സ്റ്റാച്ചുവും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. അങ്ങനെ നമ്മൾ ഇവിടെ നിന്നാണ് നമ്മുടെ ഒരു പടി കയറുന്നതൊക്കെ തുടങ്ങുന്നത്. ഞാൻ ചെരുപ്പിട്ടാണ് കയറുന്നത്, കാരണം എനിക്ക് ചെരുപ്പ് അവിടെ വേണമെന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ ചെരുപ്പിട്ടത്. അപ്പോൾ നിങ്ങൾ പോകുമ്പോഴും ചെരുപ്പിട്ടുകൊണ്ട് പോകുന്നതുകൊണ്ടൊന്നും പ്രശ്നമില്ല, എന്നെ ആരും ഒന്നും പറഞ്ഞതും എടുത്തൊന്നുമില്ല. പക്ഷെ അവിടെയുള്ള വിശ്വാസികളും അവർ പോകുന്നതെല്ലാം ചെരുപ്പ് ഊരി തന്നെയാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ശബരിമലയൊക്കെ കയറിയിട്ടുള്ളത് കൊണ്ട് തന്നെ അത്ര ഒരു ടഫ് ഒരു ട്രെക്കിംഗ് ആയിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. നോർമലി ഉള്ളൊരു 575 പടികൾ കയറി നമുക്ക് സുഖമായിട്ട് ചെല്ലാം. നമുക്ക് എപ്പോഴുള്ള റെസ്റ്റ് ചെയ്യാവുന്ന രീതിയിൽ അവിടെ എല്ലാം സൈഡിൽ കെട്ടി വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ കാണുന്ന പോലെ സുഖമായിട്ട് പയ്യെ ഓരോ പടി കയറി കുറച്ച് ടോപ്പിലെത്തുമ്പോൾ തന്നെ നമുക്ക് അടിപൊളി ഇതുപോലെ തുംഗഭദ്രയുടെ ആ ഒരു കാഴ്ചകളും ഒക്കെ കൊണ്ട് പയ്യെ റിലാക്സ് ആയിട്ട് നമുക്ക് കയറി പോവാം. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ റിലാക്സ് ആയിട്ട് തന്നെ നമുക്ക് എത്തുകയും ചെയ്യാൻ വേണ്ടി. അങ്ങനെ നമ്മൾ ധൃതി പിടിച്ചൊന്നും പോകേണ്ട ഒരു ആവശ്യമില്ല. ഓൾറെഡി എൻ്റെ ഓട്ടോ ചേട്ടൻ എനിക്കൊരു 6:30 സമയം വരെ ആയിരുന്നു പറഞ്ഞ്. ഇപ്പോൾ ഈ ഒരു മല കയറുമ്പോൾ തന്നെ ഏകദേശം 5:15 എന്തുവാണ് ഞാൻ കയറുന്നത്. അപ്പോൾ നമുക്ക് പയ്യെ മേളിലേക്ക് എത്തുമ്പോൾ ഇങ്ങനെ ഹംപിയുടെ കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു 360 വ്യൂ ഒക്കെ നമുക്ക് ഇങ്ങനെ കിട്ടിത്തുടങ്ങും. ആ തുംഗഭദ്ര റിവർ, ആ ഒരു മലകൾക്കിടയിലുള്ളതും പാറകൾ കൊണ്ടുള്ള മലകളാണ് അവിടെ എല്ലാം ഉള്ളതെന്നൊക്കെ ഉള്ളൊരു കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. നമ്മുടെ നാട്ടിലെ പോലെ അല്ലാതെ വളരെ വെറൈറ്റി ആയിട്ട് കംപ്ലീറ്റ് പാറകൾ മാത്രമുള്ള മലകൾ, അതിൻ്റെ ഇടയ്ക്ക് കുറേ പാടങ്ങൾ, വാഴത്തോട്ടങ്ങൾ ഒക്കെ ആയിട്ട് ഭീകരമായ വ്യൂ ആണ് നമുക്ക് ആ ഒരു ഹനുമാൻ ടെമ്പിളിൽ ട്രെക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നത്. അതെങ്ങനെ പോയാലും ഭയങ്കര വെർത്താണ്. നമ്മളെവിടെ പോയാലും ഈ മലയും കുന്നൊക്കെ വലിഞ്ഞു കയറുന്നത് കൊണ്ടും അതിന് മേളിലുള്ള ഈ വ്യൂസൊക്കെ കണ്ട് എൻജോയ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അങ്ങനെ പോയൊരു ഫീലും എനിക്ക് ഈ ഒരു യാത്രയിൽ അവസാനം കിട്ടി.
ആൻഡ് ഐ വാസ് സോ ഹാപ്പി. കാരണം തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു മല കയറണമല്ലോ എന്ന് ഓർത്തിട്ട് കയറാതെ പോവുകയോ അല്ലെങ്കിൽ പോയേക്കാം എന്ന് ഓർത്ത് പോയൊന്നും ചെയ്യില്ല, തീർച്ചയായിട്ടും കയറണം. അപ്പോൾ എൻ്റെ അടുത്ത് ആ ചേട്ടൻ പറഞ്ഞത് നോർമലി ഹനുമാൻ ടെമ്പിളൊക്കെയാണ് കൊണ്ടുപോകുന്നത് ഒരു മോർണിംഗ് സമയത്തൊക്കെ. പക്ഷേ ഞാനിപ്പോൾ ഈ മല കയറി തുടങ്ങുമ്പോഴൊക്കെ തന്നെ അത്യാവശ്യം ചെറുതായിട്ട് മഴയൊക്കെ ഉണ്ടായിരുന്നു. നോർമലി നമ്മളൊരു നല്ലൊരു പ്ലസൻ്റ് ആയിട്ടുള്ള ഡേ, മഴയൊന്നും ഇല്ലാതെ നല്ല സ്കൈ ഒക്കെ ഉള്ള ദിവസം, നല്ല സൺറൈസും സൺസെറ്റും ഒക്കെ കിട്ടുന്നൊരു ടൈമിലാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ എന്നാണ് എന്നോട് എൻ്റെ ഓട്ടോ ചേട്ടൻ പറഞ്ഞത്. പക്ഷേ എന്നാൽ പോലും ഞാൻ വളരെ എൻജോയ് ചെയ്തു. ഭയങ്കര കാമാൻ കെട്ടായിട്ട് മഴയൊക്കെ ഉള്ള ടൈമായിരുന്നു, നല്ല ക്ലൈമറ്റ് ആയിരുന്നു, അടിപൊളിയായിരുന്നു. കണ്ടില്ല, അപ്പം നമ്മൾ ഏറ്റവും മേളിലേക്ക് കയറുന്നതോറും ഇങ്ങനെയൊക്കെയാണ് അവിടെ നിന്നൊരു വ്യൂ വരുന്നത്. നമുക്കിങ്ങനെ ആൾക്കാർ കയറി പോകുന്നത് ഇറങ്ങി വരുന്നതൊക്കെ കാണാം. ഇങ്ങനെ പാറക്കല്ലിൻ്റെ ഇടയ്ക്കൂടെ വെട്ടിയിട്ടേക്കുന്നൊരു വഴി, ഇതൊക്കെ ആര് സെറ്റ് ചെയ്തു എന്നുള്ളത് തന്നെ നമ്മൾ ചിന്തിച്ചു പോകും. എന്തായാലും അടിപൊളി എക്സ്പീരിയൻസ് ആണ് ഈ ഒരു ഹനുമാൻ ടെമ്പിളിലെ ട്രെക്കിങ് നമ്മൾ കയറുന്നതെന്ന് വെച്ചാൽ. എല്ലാവരും ഇങ്ങനെ ഹനുമാൻ്റെ ഇതൊക്കെ ജപിച്ച് ചൊല്ലിയൊക്കെയാണ് കയറി പോകുന്നതൊക്കെ. നല്ല രസമാണ്, നമുക്ക് നല്ല ഒരു വൈബൊക്കെ നമുക്ക് കിട്ടും. അവർക്ക് ആ ഒരു ഹനുമാൻ്റെ ശക്തി കിട്ടണം എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ഇതിലാണൊരു വിശ്വാസമാണ്, മേളിൽ ഹനുമാൻ ജനിച്ച സ്ഥലമാണ് എന്നൊക്കെയുള്ള അവരുടെ ഒരു വിശ്വാസവും കാര്യങ്ങളൊക്കെ. അപ്പോൾ ചിലരൊക്കെ എൻ്റെ കാലിൽ ഇങ്ങനെ ചെരുപ്പ് ഇടക്കുന്നുണ്ട് ഇങ്ങനെ നോക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആരും പറഞ്ഞൊന്നുമില്ല, ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ലായിരുന്നു. ഇപ്പം നമുക്ക് ഇടണമെങ്കിൽ ഇടാം, അല്ലെന്നുണ്ടെങ്കിൽ വേണ്ട, അങ്ങനെയാണ്. അങ്ങനെ ഏകദേശം അങ്ങനെ നടന്നാണ് ഞാൻ മേളിലെത്തി കഴിയുമ്പോൾ ഉള്ള വ്യൂ ആണ്. ആ ഹംപി എന്ന് പറഞ്ഞ സ്ഥലത്തെ ഏറ്റവും ഹയസ്റ്റ് പോയിന്റ് ഇതാണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവുന്നത്. എങ്ങനെ പോയാലും വെർത്താണ്. നമ്മൾ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഹനുമാൻ ടെമ്പിൾ കയറാതെ വരരുത്. ബാക്കി കുറച്ച് സ്ഥലങ്ങൾ മാത്രം കണ്ട് പോവരുത്. ഹനുമാൻ ടെമ്പിളിൽ തീർച്ചയായിട്ടും വരണം. ആ അമ്പലത്തിൻ്റെ കാര്യങ്ങളൊന്നുമല്ല ഞാൻ പറയുന്നത്, പക്ഷേ ആ ഒരു വ്യൂ ആണ്. അതിൻ്റെ മേളിൽ നിന്നുള്ള ഒരു 360 വ്യൂ, ആ തുംഗഭദ്ര റിവർ, അവിടെ നിന്ന് ദൂരെ നോക്കി നമുക്ക് വിരൂപാക്ഷ ടെമ്പിൾ കാണാം. ഇപ്പം നമ്മൾ ഈ കവർ ചെയ്ത സ്ഥലങ്ങളൊക്കെ നമുക്ക് ചെറുതായിട്ട് കാണാം. പിന്നെ ഈ ഒരു പാറകൾ കൊണ്ടുള്ള ഈ മലകളുടെ ആ ഒരു വ്യൂ, അതിൻ്റെ ഒരു ടെക്സ്ചർ എന്നൊക്കെ പറഞ്ഞാൽ ഒരു വെറൈറ്റിയാണ്. പാറകളിങ്ങനെ അടുക്കി വെച്ചേക്കുന്ന മലകൾ എന്ത് രസമാണെന്നറിയോ. സത്യം പറഞ്ഞ് ഈ പാറകൾ കൊണ്ടുള്ള മല ആയതുകൊണ്ട് തന്നെ നമുക്ക് പിടിച്ച് കയറാനും പെട്ടെന്ന് റീച്ച് ആവാനൊക്കെ കുറച്ച് എളുപ്പമാണ്. നമുക്ക് സുഖമായിട്ട് കയറി പോകാനൊക്കെ പറ്റും. പിന്നെ ഈ ചെറുതായിട്ട് സൂക്ഷ്യം കണ്ടൊക്കെ പോകാന്നുള്ളതാണ്. അങ്ങനെ ഞാൻ ടോപ്പിലെത്തി. ഈ ഇവിടുത്തെ ഏറ്റവും മെയിൻ ഒരു അട്രാക്ഷനാണ് ഇവിടുത്തെ ഒരു ലാസ്റ്റ് ഒരു മരം നിൽക്കുന്നതും അവിടെ ഒരു കുളവുമുണ്ട്. അതിൻ്റെ ലക്ഷ്യമാക്കിയാണ് ഞാനീ നടക്കുന്നത്. പക്ഷെ അങ്ങോട്ട് ഞാൻ മാത്രമേ നടന്നുള്ളൂ. എല്ലാവരും മഴയും ഇടിയും മിന്നലൊക്കെ കണ്ടിട്ട് പയ്യെ അവിടെയൊക്കെ തന്നെ അമ്പലത്തിൻ്റെ അവിടെയൊക്കെ തന്നെ നിൽക്കുമായിരുന്നു. എല്ലാവരും എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു ഞാൻ എങ്ങോട്ടേക്ക് പോകുന്നത്. അപ്പോൾ ദൂരെ കാണുന്ന മരമാണ് അവിടുത്തെ ഒരു സ്പെഷ്യൽ അട്രാക്ഷൻ. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോകുമ്പോഴാണ് ഈ ഒരു മഴയൊക്കെ വന്നിട്ട് നല്ല കിടിലൻ ക്ലൈമറ്റൊക്കെ ആയി അടിപൊളിയായിരുന്നു. അപ്പോൾ നിങ്ങൾ പോകുമ്പോൾ എന്തായാലും പോവുക. അന്നേരമാണ് ഞാൻ ഈ ഒരു വളരെ കൗതുകമായ കാഴ്ചയുണ്ട്. 2 കുരങ്ങന്മാർ ഈ പാറയടിക്ക് ഇങ്ങനെ ഇരിക്കുകയാണ്. മറ്റേ മഴ കൊള്ളിക്കാതെ ഇങ്ങനെ പിടിച്ചിരുത്തി അവർ രണ്ടുപേരോട് ഇങ്ങനെ അവിടെ ഇരിക്കുന്നതൊക്കെ ഒരു വല്ലാത്ത സന്തോഷം തരുന്ന കാഴ്ചയായിരുന്നു. അങ്ങനെ നമ്മൾ ഏകദേശം നമ്മുടെ ആ ഒരു ഫോട്ടോകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവണം ഈ ഒരു സൺസെറ്റ്, ഇവിടുത്തെ ഈ ഒരു മരമൊക്കെ ചുറ്റിപ്പറ്റിയുള്ള ഫോട്ടോസൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഈ ഒരു കുളവും ഈ ഒരു മരവും ഒക്കെ എന്ന് പറഞ്ഞാൽ ഹംപിയിലെ നമ്മളേറ്റവും റീച്ച് അയക്കുന്നത്, ഏറ്റവും കൂടുതൽ വൈറൽ അയക്കുന്ന ഫോട്ടോസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഈ ഒരു സ്ഥലത്തെ സൺറൈസ് അല്ലെങ്കിൽ ഒരു സൺസെറ്റ്. അതെന്തായാലും നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. എനിക്കെന്തായാലും ഒരു സൺറൈസും സൺസെറ്റൊന്നും കാണാൻ പറ്റിയില്ലെങ്കിൽ പോലും മഴയൊക്കെ കിട്ടി ഞാൻ വളരെ ചില്ലായിട്ട് ആ സ്ഥലത്ത് നിന്ന് ആ കംപ്ലീറ്റ് വ്യൂവും കാര്യങ്ങളൊക്കെ എനിക്ക് കാണാനൊക്കെ പറ്റി. മഴ കിട്ടിയതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. നമ്മളെല്ലാം മല കയറുമ്പോഴും മഴ കിട്ടുമ്പോൾ വളരെ ഹാപ്പി ആവാറുണ്ട്. അപ്പോൾ അങ്ങനെ തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും ഹംപിയിൽ പോവുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു ഹനുമാൻ ടെമ്പിൾ വിസിറ്റ് ചെയ്യുക. അവിടുന്ന് ഫുൾ ഹംപിയുടെ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. പോയ സ്ഥലങ്ങളും എല്ലാം നമുക്ക് അവിടെ നിന്ന് തന്നെ കാണാൻ പറ്റും. അത് വളരെ കൗതുകമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ പോവുക. കൊച്ചുകുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. വലിഞ്ഞേറി പോകാനൊക്കെ വളരെ റിലാക്സ്ഡ് ആയിട്ട് ലാസ്റ്റ് പോകേണ്ട ഒരു ഡെസ്റ്റിനേഷൻ തന്നെയാണിത്. അപ്പോൾ ഇവിടെ നല്ലൊരു വ്യൂ തന്നെ നോക്കും. ഇത്രയും വലിയ മലയുടെ മുകളിലൊരു കുളം, അതൊക്കെ എങ്ങനെ വന്നു എന്നൊക്കെ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു. അവിടുത്തെ വെള്ളമൊന്നും അങ്ങനെ പറ്റുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത്. എല്ലാം ഒരു മാജിക്കലാണ് നേച്ചറിൻ്റെ. പക്ഷേ അതിലിങ്ങനെ പ്ലാസ്റ്റിക്കും ഒക്കെ ആൾക്കാർ ഇട്ടിട്ടുണ്ട്. അതൊക്കെ വളരെ മോശമാണ്. അപ്പോൾ നമ്മൾ പോകുമ്പോൾ നമ്മുടെ സൈഡിൽ നിന്ന് അങ്ങനെയൊന്നും ഉണ്ടാവാതെ ശ്രദ്ധിക്കുക. ആ ഒരു ദൂരെ കാണുന്ന മലയൊക്കെ തന്നെ ഉണ്ടല്ലോ, എന്ത് രസമാണ്. അങ്ങ് ദൂരെ അതിലും വലിയ മലകളൊക്കെ കാണുന്നു. അതൊക്കെ ഏതായിരിക്കും സ്ഥലം എന്നൊക്കെ ഞാനിങ്ങനെ ചിന്തിച്ചു മേളിൽ നിന്നപ്പോൾ. ആ ഒരു മഴയും ആ ഒരു തണുത്ത കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ ആ ഒരു ഹംപിയുടെ
ആ തുംഗഭദ്ര റിവറൊക്കെ കണ്ടിട്ടുള്ള ഒരു വിഷ്വൽസ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ വിരൂപാക്ഷ ടെമ്പിളിലെ വലിയ ഗോപുരം കാണാം. ഒക്കെ കണ്ട് വളരെ റിലാക്സ്ഡ് ആയിട്ട് ചില്ല് ചെയ്ത് ഹംപി കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളൊരു ഫീല് നമുക്ക് ഈ ഒരു മലയുടെ മേളിൽ കിട്ടും. ഞാൻ ഈ പോയ ഓർഡറിൽ തന്നെ പോവുകയാണെങ്കിൽ കുറച്ചുകൂടെ രസമായിരിക്കും എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം എനിക്കൊരു മടുപ്പോ എന്തെങ്കിലും മണ്ടത്തരമാണോ കാണിച്ചതെന്ന് ഒന്നൊരു ഫീൽ വന്നില്ല. കറക്റ്റ് റൂട്ടാണ് പോയെന്ന് തന്നെയാണ് എൻ്റെ ഒരു ഐഡിയ. അപ്പം നിങ്ങളും ഇങ്ങനെ തന്നെ പോവുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. ഈ ഒരു ഓർഡറിൽ ഇത്ര സ്ഥലങ്ങളാണ് മെയിനായിട്ട് ഹംപിയിൽ നമ്മൾ കണ്ടിരിക്കേണ്ടത്. ശരിക്കും 400 അമ്പലങ്ങളുണ്ട്, എല്ലാം നമുക്ക് കവർ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ നമ്മുടെ ഹംപി യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. കുറേ നാളുകൾക്ക് ഓക്കെ അണ്ണാ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ ദിസ് ജേർണി സർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. Just tell something to my subscribers. What do you want to tell? So good video and good everything. Subscribe and like and share everyone. You should tell them have to call you. So you just call me. This is my rickshaw. I am in Hampi. My name is Manjunath. Okay. Thank you. Okay. Thank you.